ഈ 3 നേതാക്കളുടെ പേരാണ് ജോസ് നെല്ലേടം ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജോസ് നെല്ലേടം ഈ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 2ാമത്തെ വാർഡിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് പിന്നീട് അവിടെ വിജയിച്ചു കയറി വന്ന നേതാവാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ND അപ്പച്ചൻ്റെ ഭാഗത്ത് നിൽക്കുന്ന നേതാവാണ്. ND അപ്പച്ചൻ, സെക്രട്ടറി PD സജി, മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഷിനോ കടുപ്പിൽ, അനീഷ് മാമ്പള്ളിൽ, ഒപ്പം ജോസ് നെല്ലേടം, ഇവരടങ്ങുന്ന സംഘത്തെയാണ് യഥാർത്ഥത്തിൽ തങ്കച്ചൻ സംശയിച്ചിരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുറിപ്പിലുള്ള 3 പേരുകൾ ഇവരുടെ ആരുടെയെങ്കിലും പേരാകാനുള്ള സാധ്യതയാണുള്ളത് അല്ലേ ദീപക് മോഹൻ? അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും അരുൺകുമാർ. അതായത് ഈ സംഭവം നടക്കുമ്പോൾ പോലീസിന് വിവരം നൽകിയത് ജോസ് നെല്ലേടമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം നേരത്തെ തന്നെ തങ്കച്ചൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ജോസേട്ടൻ്റെ പ്രതികരണം എടുത്തതാണ്. അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ജനപ്രതിനിധി എന്ന നിലയിൽ പല സന്ദേശങ്ങളും ഇങ്ങനെ പോലീസിന് കൈമാറാറുണ്ട്. കാരണം കേരള കർണാടക അതിർത്തിയാണ്, ലഹരി നിർബാധം ഒഴുകുന്ന ഒരു മേഖലയാണിത്. ഈ ലഹരി വിമുക്തവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മേഖലയിലുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഈ ജോസ് നെല്ലേടമാണ്. അതുമായി ബന്ധപ്പെട്ട് പല ഇത്തരത്തിലുള്ള ഇൻഫർമേഷനും സന്ദേശങ്ങളും പോലീസിന് നൽകാറുണ്ട്. പക്ഷേ അത് പോലീസ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിൽ സത്യമുണ്ട്, കഴമ്പുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. ഇത്തരത്തിൽ വിവരം കൈമാറിയ ആളെ ക്രൂശിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഏറ്റവും ആദ്യം ജോസ് നെല്ലേടം നമ്മളോട് പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ കാനാട്ടുമല തങ്കച്ചനടക്കം വലിയ രീതിയിലുള്ള വിമർശനവുമായി എത്തിയത്. അതിൽ പറയുന്ന പേരുകൾ, അതായത് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PD സജി, ഒപ്പം കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ഷിനോ കടുപ്പിൽ, അനീഷ് മാമ്പള്ളി തുടങ്ങിയ ആളുകളുടെ പേരുകൾ അന്ന് തന്നെ തങ്കച്ചൻ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പുൽപ്പള്ളി പോലീസാണ് വീട്ടിൽ നിന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ആ കുറിപ്പിൽ പരാമർശിക്കുന്ന 3 ആളുകളുടെ പേരുകൾ സ്വാഭാവികമായും നേരത്തെ തങ്കച്ചൻ ഉന്നയിച്ച ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്ന നേതാക്കളുടെ പേരാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. അന്വേഷണം തന്നിലേക്ക് എത്തുന്നു എന്ന് ബോധ്യമായതുകൊണ്ടല്ലേ തങ്കച്ചൻ തന്നെ നമ്മളോടക്കം ഈ ജോസ് നെല്ലേടത്തിന്റെ പേര് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ കൂടി അല്ലാതെ സൂചിപ്പിച്ചിരുന്നു. ജോസ് നെല്ലേടമാണ് പോലീസിന് വിവരം നൽകിയതെന്ന് ജോസ് നെല്ലേടം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ്. പക്ഷേ ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ജോസ് നെല്ലേടത്തിന് നേരിട്ട് ഉത്തരം നൽകാൻ കഴിയാതെ പോയൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് രാത്രിയിൽ ഈ തങ്കച്ചൻ്റെ വീട്ടിൽ മറ്റൊരാൾ കൊണ്ടുവച്ച ഈ മദ്യ പാക്കറ്റുകളുടെയും തോട്ടയുടെയും ഒക്കെ വിവരം അറിഞ്ഞത്? അത് ആര് പറഞ്ഞറിഞ്ഞു എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഒരു ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 കോൺഗ്രസ് നേതാക്കൾ കൂടി നടത്തിയ ഗൂഢാലോചനയിൽ ജോസ് നെല്ലേടത്തെ കൂടി അവർ പങ്കാളിയാക്കി എന്ന് വേണം കരുതാൻ. അങ്ങനെ ജോസ് നെല്ലേടത്തെ ചതിച്ചു എന്ന് വേണം കരുതാൻ. ആ ജോസ് നെല്ലേടത്തെ എങ്ങനെയാണോ NM വിജയനെ ചതിച്ചത്, അതേപോലെ തന്നെയാണ് ഇവിടെ ജോസ് നെല്ലേടത്തെയും ചതിച്ചിരിക്കുന്നത്. രണ്ടിടത്തും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഒരേ ആൾക്കാരാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ. അതായത് നേരത്തെ ജോസ് നെല്ലേടം ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ വിവരം കൈമാറുന്നത്. ആ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവരം പുൽപ്പള്ളി പോലീസിനെ അറിയിക്കുകയും പിന്നീട് രാത്രി 11 മണിയോടുകൂടി തങ്കച്ചന്റെ വീട്ടിലേക്ക് പോലീസ് എത്തി ഈ സ്ഫോടക വസ്തുക്കളും മദ്യമടക്കം കണ്ടെത്തി തങ്കച്ചനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് 22-ാം തീയതിയാണ് ഈ പോലീസ് പുൽപ്പള്ളി പോലീസ് തങ്കച്ചന്റെ വീട്ടിലെത്തി തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ ജോസ് നെല്ലേടത്തിന് നേരിട്ട് പങ്കുണ്ട്, അല്ലെങ്കിൽ ജോസ് നെല്ലേടമാണ് ഇത്തരത്തിലൊരു വിവരം പങ്കുവച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് 24-ാം തീയതി ജോസ് നെല്ലേടത്തിനെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. വിശദമായ മൊഴിയെടുത്തതിന് ശേഷം വിട്ടയച്ചിരുന്നു. അന്ന് പോലീസിന് അത് കൃത്യമായി മനസ്സിലായതാണ്. സാധാരണഗതിയിൽ ജനപ്രതിനിധി ചെയ്യുന്ന രീതിയിലുള്ള സന്ദേശം കൈമാറ്റം മാത്രമാണ് ഇതുമായി ചെയ്തത് എന്നാണ് അന്ന് പോലീസിന് മനസ്സിലായത്. പക്ഷേ പിന്നീട് തങ്കച്ചനെ ജയിലിൽ മോചിതനായ സമയത്താണ് ഇത്തരത്തിൽ നിരവധി ആളുകളുടെ പേരുകൾ, ഈ പറഞ്ഞ കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി PD സജി, ഒപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ഷിനോ കടുപ്പിൽ, അനീഷ് മാമ്പള്ളി, പുൽപ്പള്ളിയിലെ പെരിക്കല്ലൂരിലുള്ള ഒരു ഓൺലൈൻ മാധ്യമം പ്രവർത്തകൻ അടക്കമുള്ള ആളുകളുടെ പേരൊക്കെ പിന്നീട് പറഞ്ഞു. അതിനൊപ്പം ജോസ് നെല്ലേടത്തിന്റെ പേരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണ വിധേയരായ എല്ലാ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ 2 ആളുകളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അനീഷ് മാമ്പള്ളിയുടെയും ഒപ്പം ഷിനോ കടുപ്പിലെയും വിളിച്ചിട്ട് നമുക്ക് ഫോൺ വിളിച്ച് കിട്ടിയില്ല. പക്ഷേ ഈ ജോസ് നെല്ലേടം നമ്മളോട് കൃത്യമായി പ്രതികരിച്ചിരുന്നു. സാധാരണഗതിയിൽ ജനപ്രതിനിധി നൽകുന്ന ഒരു സന്ദേശം മാത്രമാണ് ഇത്തരത്തിൽ പോലീസിന് കൈമാറിയത്. അതിൽ സത്യമുണ്ടോ, അതിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പോലീസാണ് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. അതിന് സന്ദേശം കൈമാറിയ ആളെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നാണ്. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന 3 പേരുകൾ നേരത്തെ ആരോപണ വിധേയരായ ആളുകളുടെ പേരാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അരുൺ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്ന ബിഗ് ബ്രേക്കിംഗ്. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിരിക്കുന്നു. 3 കോൺഗ്രസ് നേതാക്കളുടെ പേരാണ് ജോസ് നെല്ലേടം ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത്. നേരത്തെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട്
പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ആരോപണ വിധേയരായവർ തന്നെയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറഞ്ഞത് അത് CPM നേതാക്കൾ നടത്തിയ വ്യക്തിഹത്യ മൂലമാണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതെന്നാണ്. ആ ആരോപണത്തെ പൊളിക്കുന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്ന ജോസ് നെല്ലേടം. കോൺഗ്രസിന്റെ ആത്മഹത്യ ചെയ്ത മുള്ളൻകൊല്ലിയിലെ പഞ്ചായത്തിലെ 2ാമത്തെ വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ 3 കോൺഗ്രസ് നേതാക്കളുടെ പേരാണ് പരാമർശിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്.